കുഞ്ഞ് രൂപപ്പെടുന്നത് അമ്മയുടെ അണ്ടവും പുരുഷൻ്റെ ബീജമായിട്ട് ചേരുമ്പോഴാണ്. ആ നിമിഷത്തിൽ തന്നെ ജീവൻ അവിടെ ഉത്ഭവിക്കുന്നു. പിന്നെ ഈ 9 മാസം അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞിൽ അമ്മയിൽ നിന്ന് കിട്ടാവുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അമ്മ മദ്യപിക്കുക, പുകവലിക്കുക, പിന്നെ ചിലപ്പോൾ അമ്മ പാപം ചെയ്യുക. അതിൻ്റെ എല്ലാം ഇഫക്റ്റ് ഓഫ് സിൻ. കുഞ്ഞ് പാപം ചെയ്യുന്നില്ലെങ്കിലും ഇതിൻ്റെ ഇഫക്റ്റ് കുഞ്ഞിൽ കാണുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ കൂടെ ഒക്കെ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ മിക്കവാറും ധ്യാനങ്ങളിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നാൾ മുതലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്നർ ഹീലിംഗ് ലോങ് സെഷൻസ് 2-3 മണിക്കൂറൊക്കെ പകുതി സമയം ഞാൻ ഉറങ്ങിപ്പോവാറാണ് പതിവ്. അങ്ങനെ നടക്കാറുണ്ട്. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വളരെ സുദീർഘമായ 4 മണിക്കൂർ സർവീസൊക്കെ നടത്താറുണ്ട്. ആരാധനയ്ക്കൊക്കെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഓരോ സ്റ്റേജിലൊക്കെയുള്ള ഹീലിംഗ് ശുശ്രൂഷകൾ നടത്താറുണ്ട്. അപ്പോൾ ഇതിൽ ഒരു മെഡിക്കൽ സയൻസിലും പറയുന്നുണ്ട് അമ്മയുടെ ആ ഗർഭസ്ഥ കാലഘട്ടത്തിലുണ്ടാവുന്ന വികാരങ്ങളും വിചാരങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ കുഞ്ഞിനെ സ്വാധീനിക്കുന്നു. അപ്പം ഇത് മാമോദീസായിൽ ഈ ഇഫക്റ്റ് ഓഫ് സീൻ പോകുന്നുണ്ടോ? അതെനിക്ക് ഇപ്പോഴും അങ്ങനെ കൺവിൻസിങ് ആയിട്ടില്ല. മാമോദീസയെ പറ്റി മനസ്സിലായി. ആദ്യത്തിൽ ജനിച്ച കുഞ്ഞ് ക്രിസ്തുവിൽ സത്താപരമായിട്ട് മാറ്റം വന്ന പുതിയ സൃഷ്ടിയായി. എന്നാലും കുഞ്ഞിൻ്റെ ഓരോ കോശത്തിലുള്ള ഈ ഒരു ഇഫക്റ്റ് ഓഫ് ദി സിൻ അത് മാമോദീസായിൽ മാറുന്നുണ്ടോ? പക്ഷേ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ല എന്നാണ് വെളിപ്പെടുത്തപ്പെടുന്നത്. അവരുടെ പെരുമാറ്റവും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം അത് ഇപ്പോൾ കൗൺസിലിങ്ങിലൊക്കെ വരുമ്പോഴൊക്കെ അത് ബോധ്യപ്പെടുന്നുണ്ട്. ഗർഭകാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പെരുമാറ്റത്തിലൊക്കെ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അത് മാമോദീസായിൽ പോയതാണെങ്കിൽ പിന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്നാണ് എൻ്റെ ചോദ്യം.